കാൽ നൂറ്റാണ്ടിന് ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ടീമിന് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. സാംസ്കാരിക തലസ്ഥാനത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. എറണാകുളത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡിലെ കട്ടവിരിക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു. റോഡ് കയ്യേറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നവീകരണമാണ് നടക്കുന്നതെന്ന് ആക്ഷേപം. പെരുമ്പിലാവ് കരിക്കാട് പൊങ്ങണൂരിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. മേനൂത്ത് വീട്ടിൽ ബാവയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം. വീടിന്റെ ബാൽക്കണിയിൽ കത്തിച്ചുവെച്ച വിളക്കിൽ നിന്നാണ് തീ പടർന്നത്. മേശയും പുസ്തകങ്ങളും കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. സ്വർണ്ണക്കപ്പുമായി അഭിമാനത്തോടെ തൃശൂരിന്റെ താരങ്ങളെത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ലാ ടീമിന് വൻ സ്വീകരണം നൽകി തൃശൂർ. അനന്തപുരിയിൽ നടന്ന കലാപൂരത്തിൽ കനകകിരീടം ചൂടിയ ജില്ലാ ടീമിന് ആവേശോജ്വലമായ വരവേൽപ്പാണ് തൃശൂർ നൽകിയത്. സ്വർണ്ണക്കപ്പുമായി എത്തിയ ടീമിന് ജില്ലാ അതിർത്തിയായ കൊരട്ടിയിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകി. തുടർന്ന് ചാലക്കുടി, പുതുക്കാട്, ഒല്ലൂർ എന്നിവിടങ്ങളിലും ആവേശമാർന്ന സ്വീകരണം. തൃശൂർ നഗരത്തിലെത്തിയ സ്വർണ്ണക്കപ്പിന് മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിന് മുന്നിൽ നിന്ന് സ്വീകരണവും തുടർന്ന് ഘോഷയാത്രയും. വിവിധ സ്കൂളുകളുടെ ആദരം ഏറ്റുവാങ്ങി പിന്നെ തൃശൂർ ടൗൺ ഹാളിലേക്ക്. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിലാദ്യമായി 280 ഇനങ്ങളിൽ എ ഗ്രേഡും 9 ഇനങ്ങളിൽ ബി ഗ്രേഡുമായി 289 സമ്മാനം മേടിച്ച ജില്ലയുടെ പേരാണ് തൃശൂർ ജില്ല എന്ന് നാം അഭിമാനത്തോടെ പറയും. നമ്മുടെ ഉത്സവങ്ങളുടെ അടിസ്ഥാന തത്വം ഒന്നാകണം. അത് മതനിരപേക്ഷമായ ഉത്സവമാകണം. തൃശൂർ തെളിയിക്കുകയാണ്. 117 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് ടൗൺ ഹാളിൽ പ്രദർശിപ്പിച്ചു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, UR പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ്, ADM മുരളി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിത കുമാരി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാൽ നൂറ്റാണ്ടിന് ശേഷം തൃശൂർ കലാകിരീടം ചൂടിയതിന്റെ സ്വർണ്ണത്തിളക്കമാർന്ന വിജയാഘോഷത്തിലായിരുന്നു ഏവരും. കാൽനൂറ്റാണ്ടിന് ശേഷം സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലെത്തിച്ച തൃശ്ശൂരിൻ്റെ സ്വന്തം പുലിക്കുട്ടികൾക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് തൃശ്ശൂരിൽ നൽകിയത്. എന്തായാലും തൃശ്ശൂരിൻ്റെ ഗഡികൾ പൊരിച്ചൂട്ട. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വളാൻകര, TC ന്യൂസ്. സാംസ്കാരിക തലസ്ഥാനത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയത്തോടെയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ജില്ലാ സംഘത്തിന് കൊരട്ടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് മാത്രമല്ല പങ്കെടുത്തവർക്കും ജില്ലയിലെ മറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അംഗീകാരവും പ്രോത്സാഹനവും കൂടിയാണ് ഈ നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLAമാരായ സനീഷ് കുമാർ ജോസഫ്, VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KR സുമേഷ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TD അജിതകുമാരി, ചാലക്കുടി AEO BB നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജിന്റെ നേതൃത്വത്തിൽ പൌരാവലിയും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചേർന്ന് സ്വർണ്ണക്കപ്പ് യാത്രയ്ക്ക് സ്വീകരണം നൽകി. 100 കണക്കിന് വിദ്യാർത്ഥികൾ സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല തൃശ്ശൂരിനാകെ ഒരു വിജയ ദിനമാണ്. ദീർഘമായ 26 വർഷക്കാലത്തിന് ശേഷം തൃശ്ശൂരിലെ നമ്മുടെ കുട്ടികൾ ഹയർ സെക്കൻഡറിയിലെയും ഹൈസ്കൂളിലെയും കലാകാരന്മാരും കലാകാരികളും ഒരുമിച്ച് തലസ്ഥാന നഗരിയിലെ ഈ സാംസ്കാരിക മാമാങ്കത്തിൽ അണിചേർന്നപ്പോ പ്രിയപ്പെട്ടവരെ 13 ജില്ലകളെയും കവച്ചു വെച്ചുകൊണ്ട് ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഒന്നാമത് നമ്മുടെ തൃശൂർ ജില്ലയാണ് എന്ന് നമ്മുടെ മക്കൾ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിന് ജില്ലാ അതിർത്തിയായ കൊരട്ടിയിൽ നൽകിയ സ്വീകരണം വർണ്ണാഭമായി. ലാത്തിരി കത്തിച്ചും വർണ്ണ ബലൂണുകൾ ഉയർത്തിയും 100 കണക്കിന് വിദ്യാർത്ഥികൾ ചേർന്ന് വരവേറ്റു.
ബാൻഡ് മേളങ്ങളും ആശംസാ ഗാനങ്ങളുമായി ഉത്സവ പ്രതീതിയിലായിരുന്നു സ്വീകരണ ചടങ്ങ്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൊരട്ടി ജംഗ്ഷനിൽ വെച്ച് സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ ജില്ലാ അധികൃതർക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, എംഎൽഎമാരായ സനീഷ് കുമാർ ജോസഫ്, വി ആർ സുനിൽകുമാർ, കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അജിത് കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. അനന്തപുരിയിൽ നിന്നും സാംസ്കാരിക നഗരിയിലേക്ക് നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിനും സ്വർണ്ണ കപ്പിനും പുതുക്കാട് സെന്ററിൽ ആവേശകരമായ സ്വീകരണം. മന്ത്രി കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവരും സ്വർണ്ണക്കപ്പിനെ അനുഗമിച്ചിരുന്നു. കെ രാമചന്ദ്രൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ചേർന്ന് കപ്പ് ഏറ്റുവാങ്ങി. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്വർണ്ണക്കപ്പിൽ തൊട്ട് ആഹ്ലാദം പങ്കിട്ടു. പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് വെച്ച സ്വർണ്ണക്കപ്പിൽ കെ രാമചന്ദ്രൻ എംഎൽഎ ഹാരാർപ്പണം നടത്തി. പുതുക്കാടുള്ള ഓട്ടോ തൊഴിലാളികൾ സ്വർണ്ണക്കപ്പിൽ നോട്ടുമാല ചാർത്തി. ബാൻഡ് വാദ്യവും പാട്ടും നൃത്തവുമായി നാട്ടുകാർ ഒത്തുകൂടിയപ്പോൾ സ്വർണ്ണക്കപ്പിനും തൃശൂരിന്റെ ചുണക്കുട്ടികൾക്കും പുതുക്കാട് ഒരുക്കിയ വരവേൽപ്പ് അക്ഷരാർത്ഥത്തിൽ ഉത്സവ പ്രതീതിയിലായി. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ഒഴിവായത് വൻ ദുരന്തം. 25,000 കിലോവാട്ട് ശേഷിയുള്ള OHE ലൈൻ കമ്പിയാണ് പൊട്ടിവീണത്. നെടുമ്പാളിൽ നിന്ന് ടാർ മിക്സിംഗ് കൊണ്ടുവന്ന ലോറി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. ലോറി ഇടിച്ചു തകർന്ന ഗേറ്റ് വൈദ്യുതി ലൈനിൽ തട്ടി കമ്പി പൊട്ടിവീഴുകയായിരുന്നു. വേണാട് എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം സംഭവിച്ചത്. വൈദ്യുതി കമ്പി പൊട്ടിവീണതോടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി ഓടിമാറി. ഈ സമയത്ത് പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തിയാണ് പുറത്തിറക്കിയത്. ഗേറ്റ് അടയ്ക്കാൻ നേരത്ത് വേഗത്തിൽ കടക്കാൻ ശ്രമിച്ച ലോറി തടയാൻ നോക്കിയിട്ടും നിർത്താതെ പോയതാണ് അപകടത്തിന് കാരണമെന്ന് ഗേറ്റ്മാൻ പറഞ്ഞു. നല്ല തിരക്കുണ്ടായിരുന്നു തുറക്കുന്ന സമയത്ത്. വണ്ടി തുറന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത വണ്ടിക്ക് അപ്പിൽ നിന്ന് അടുത്ത വണ്ടിക്ക് പറഞ്ഞു. അടുത്ത വണ്ടിക്ക് പറയുന്ന സമയത്ത് ഞാൻ അലാമത്തിന് ഓൾറെഡി വിസിലും അടിച്ചുകൊണ്ട് പരമാവധി കടത്തിവിടാൻ പറ്റുന്ന വണ്ടിനെ കടത്തിവിട്ടു. ടോർച്ച് വരുന്ന സമയത്ത് ഞാൻ അവരോട് വിസിലും അടിക്കുന്നുണ്ട്, അവരോട് കൈകൊണ്ട് നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്. അവരെങ്ങനെ നിർത്തുന്നില്ല. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് തന്നെ അവർ ഭൂമിനടിച്ചിട്ട് അപ്പ് ലൈനിലെ OHE ലൈനിൽ അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ മണിക്കൂറോളം പിടിച്ചിട്ടു. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ച് കടത്തിവിട്ടു. കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് ചാലക്കുടിയിലും തിരുവനന്തപുരം കോർബ എക്സ്പ്രസ് നെല്ലായിലും തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് ചാലക്കുടി ഡിവൈൻ നഗർ സ്റ്റേഷനിലും പിടിച്ചിട്ടു. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ലൈൻ തകരാർ പരിഹരിച്ച ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കാലങ്ങളായി സ്ഥിരമായി തകരുന്ന തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡിലെ കട്ടവിരയ്ക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു. റോഡ് കയ്യേറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നവീകരണമാണ് നടക്കുന്നതെന്നും ആക്ഷേപം. ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഏറെ തിരക്കുള്ള തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള റോഡിൽ 2ാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന കട്ടവിരിക്കലാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ ഇഴഞ്ഞു നീങ്ങുന്നത്. ഒറ്റവരിയായി ഗതാഗതം നിയന്ത്രിച്ച് റോഡിന്റെ ഒരു ഭാഗത്തെ കട്ടവിരിക്കൽ പൂർത്തിയാക്കിയ ശേഷമാണ് മറുഭാഗത്ത് കട്ടവിരിക്കാനുള്ള പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ ഇതിനിടയിൽ പദ്ധതിയുടെ ചുമതലയുണ്ടായിരുന്ന 2 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും സ്ഥലം മാറിപ്പോയതാണ് പണി ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന് കരാറുകാരൻ പറയുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉടൻ നടപടിയുണ്ടായാൽ 15 ദിവസത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് റോഡ് തുറന്നു നൽകാനാകുമെന്ന് കരാറുകാരൻ പറഞ്ഞു. സ്ഥലം മാറിപ്പോയ എഞ്ചിനീയർമാർക്ക് പകരം പുതിയതായി ഒരു AXC ചുമതലയേറ്റെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല. ഗതാഗത ക്രമീകരണത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടി മാത്രം കടത്തിവിടുന്നതിനാൽ രാവിലെയും വൈകിട്ടും ഗതാഗത കുരുക്കും രൂക്ഷമാണ്. പുരാവസ്തു മ്യൂസിയത്തിന്റെ കവാടത്തിന് സമീപത്തു നിന്ന് KTDC റെസ്റ്റോറന്റ് വരെയുള്ള ഏകദേശം 80 മീറ്റർ ദൂരം മാത്രമാണ് കട്ട വിരിച്ച് നവീകരിക്കുന്നത്. പണികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. അതേസമയം ഇവിടെ റോഡ് കയ്യേറി കച്ചവടം നടത്തിയിരുന്നവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് അധികൃതർ നടത്തുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇവിടെയുണ്ടായിരുന്ന പെട്ടിക്കടകൾ നീക്കാതെയുള്ള നവീകരണമാണ് നടക്കുന്നത്. അനധികൃത കയ്യേറ്റം ഒഴിവാക്കിയാൽ റെഡ് സോണിൽപ്പെടുത്തിയിരിക്കുന്ന ഇവിടെ കച്ചവടം നടത്താൻ പ്രയാസമാണെന്നതിനാലാണ് അവ നിലനിർത്തിയിരിക്കുന്നതെന്ന ആക്ഷേപവുമുണ്ട്. ഇതിനു പിന്നിൽ തൊഴിലാളി സംഘടനാ നേതാക്കളുടെ കടുത്ത സമ്മർദ്ദവും കച്ചവടക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായി ലഭിക്കുന്ന വരുമാനവുമാണ്
കയ്യേറ്റക്കാർക്ക് നേരെ കണ്ണടയ്ക്കാൻ കാരണമെന്ന് ആരോപണവുമുണ്ട്. മേയർ അടിയന്തരമായി ഇടപെട്ട് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. പെരുമ്പിലാവ് കരിക്കാട് കൊങ്ങണൂർ റോഡിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. മേനോത്ത് പരേതനായ ഭാവയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. വീടിന്റെ മുൻവാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വീട്ടിലെ 5ഓളം അലമാരകളും കുത്തിത്തുറന്ന നിലയിലാണ്. വീട്ടിലെ മുഴുവൻ സാധനങ്ങളും വലിച്ചുവാരിയിട്ട നിലയിലാണ്. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നതായി കരുതുന്നത്. ഏതാനും നാളായി വീട്ടിൽ തനിച്ചു താമസിക്കുന്ന ഭാവയുടെ ഭാര്യ സഫിയ വീടിന് സമീപത്തെ സഹോദരന്റെ വീട്ടിൽ പോയതായിരുന്നു. ഇന്ന് രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം. തായ്നഗർ തുടങ്ങിൽ വീട്ടിൽ ശ്രീലതയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വീടിന്റെ ബാൽക്കണിയിൽ കത്തിച്ചുവെച്ച തിരിവിളക്കിൽ നിന്നാണ് തീ പടർന്നത്. വിളക്ക് വെച്ചിരുന്ന പ്ലാസ്റ്റിക്കിന്റെ ടേബിളും പുസ്തകങ്ങളും കത്തിനശിച്ചു. വീടിന് മുകളിൽ തീ കണ്ടതോടെ അയൽവാസികൾ വെള്ളം പമ്പ് ചെയ്ത് തീയണച്ചു. സംഭവ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. നാട്ടികയിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ആർത്താറ്റ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുമായി കുന്നംകുളം പോലീസ് തെളിവെടുപ്പ് നടത്തി. ആർത്താറ്റ് നാടഞ്ചേരി വീട്ടിൽ സിന്ധുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതി മുതുവറ സ്വദേശി കണ്ണനുമായി തെളിവെടുപ്പ് നടത്തിയത്. സംഭവ ദിവസം രാത്രി പ്രതി ചായ കുടിച്ച ഹോട്ടലിലും വെട്ടുകത്തിയും സഞ്ചിയും വാങ്ങിയ തൃശൂരിലെ സ്ഥാപനങ്ങളിലുമാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയത്. കടം തീർക്കുന്നതിനായി വീട്ടമ്മയുടെ സ്വർണം കവരുന്നതിനിടെയാണ് കഴിഞ്ഞ ഡിസംബർ 30-ന് സിന്ധുവിനെ പ്രതി കൊലപ്പെടുത്തിയത്. വാടാനപ്പള്ളി ചിലങ്ക പെട്രോൾ പമ്പിന് സമീപം പെട്ടി ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. എടമുട്ടം സ്വദേശികളായ ഇത്തിക്കാട്ടി വീട്ടിൽ അഷ്ഫാഖ്, പുത്തൂർ വീട്ടിൽ അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ വിജിലൻസ് പരിശോധന നടത്തി. ആശുപത്രിയിൽ നടത്തുന്ന വിവിധ ലാബ് പരിശോധനകൾക്കും മറ്റും ഫീസ് ഈടാക്കുന്നതിൽ ക്രമക്കേടുകൾ നടന്നതായി ആരോപണമുയർന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. ആരോഗ്യ വകുപ്പ് അധികൃതരും നേരത്തെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഫീസ് ഈടാക്കി നടത്തുന്ന പരിശോധനകളുടെ ബില്ലിൽ കൃത്രിമം നടന്നതായും പരാതിയുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിനിടെ ചില താൽക്കാലിക ജീവനക്കാർ രാജിവെച്ചിരുന്നു. ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ മെയ്ലി ഓബൻ അതിരപ്പള്ളി സന്ദർശിക്കും. ജനുവരി 15-നാണ് ഹംഗറി പ്രസിഡന്റ് അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നത്. ഭാര്യ അനിക്കോ ലെവായും ഒപ്പമുണ്ടാകും. അതിരപ്പള്ളിയിൽ ഒരു ദിവസത്തെ സന്ദർശനമാണ് ഹംഗറി പ്രധാനമന്ത്രിക്കുള്ളത്. രാവിലെ അതിരപ്പള്ളിയിലെ പ്രമുഖ റിസോർട്ടിലെത്തും. വിശ്രമത്തിന് ശേഷം അതിരപ്പള്ളി വെള്ളച്ചാട്ടം സന്ദർശിക്കും. തുടർന്ന് വിക്ടർ ഓബൻ വാഴച്ചാലിലേക്ക് പോകും. ഇവിടെയായിരിക്കും ഉച്ചഭക്ഷണം. വൻ പോലീസ് സുരക്ഷയിലെത്തുന്ന ഹംഗറി പ്രധാനമന്ത്രി അന്ന് തന്നെ മടങ്ങുകയും ചെയ്യും. ഒരാഴ്ച മുമ്പ് കേരളത്തിലെത്തിയ അദ്ദേഹം വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു വരികയാണ്. നിലവിൽ മൂന്നാറിലാണ് വിക്ടർ ഓബനും കുടുംബവുമുള്ളത്. 8ാമത് തൃശൂർ ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ നാളെ ആരംഭിക്കും. തൃശൂർ രാംദാസ് രവികൃഷ്ണ തിയേറ്റർ, സെന്റ് തോമസ് കോളേജ്, ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് കോളേജ്, വിമല കോളേജ്, കുട്ടനല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ ഫെസ്റ്റിവൽ നടക്കും. രാവിലെ 10:45-ന് രവികൃഷ്ണ തിയേറ്ററിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിക്കും. ഈ വർഷം മുതൽ ഓൺലൈൻ വഴി സിനിമ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 750 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഫെസ്റ്റിവൽ ഈ മാസം 15-ന് സമാപിക്കും. ടി കൃഷ്ണൻകുട്ടി, ചെറിയാൻ ജോസഫ്, N സതീഷ് കുമാർ, P രാജഗോപാലൻ, അഡ്വക്കേറ്റ് മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന സമരം CPM ഏരിയ കമ്മിറ്റി അംഗം TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PR കണ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ദേവികാദാസൻ, പ്രജീന റഫീഖ്, PMS ആബിദീൻ, ഖദീജ പുതിയ വീട്ടിൽ, MS സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. പൂവത്തൂർ കാക്കശ്ശേരിയിൽ പുനർനിർമ്മിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം ഇബ്രാഹിമുൽ ഖാലിലുൽ തങ്ങൾ കടലുണ്ടി നിർവഹിച്ചു. പൂവത്തൂർ മഹല്ല് ഖതീബ് ഹംസ സഖാഫി അധ്യക്ഷത വഹിച്ചു. പണ്ടറക്കാട് ഖതീബ് സൈദലവി അഹ്സിനി, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, DCC സെക്രട്ടറി PK രാജൻ, അസ്കർ അലി തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും മുല്ലശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയായ മിനി മാസ്റ്റ് ലൈറ്റ് പുല്ലൂരിൽ സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പി ആലി, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിഷ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ടി ജി പ്രവീൺ, രാജശ്രീ ഗോപകുമാർ, ക്ലെമൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് വി ബൽറാം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള അഡ്വക്കേറ്റ് വി ബൽറാം സ്മൃതി പുരസ്കാരം മുൻ MP ടി എൻ പ്രതാപന്. ശനിയാഴ്ച ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന വി ബൽറാം അനുസ്മരണ സമ്മേളനത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 50,001 രൂപ ക്യാഷ് അവാർഡ് ടി എൻ പ്രതാപന് സമർപ്പിക്കും. ഡോക്ടർ MS സുബലക്ഷ്മി ഫെലോഷിപ്പിന് അർഹയായ ഗംഗാ ശശിധരനെ ചടങ്ങിൽ ആദരിക്കും. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, അരവിന്ദൻ പല്ലത്ത്, ശിവൻ പാലിയത്ത്, PV ബദറുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി കടങ്ങോട് സ്വാമിപ്പടിക്ക് സമീപം ബുള്ളറ്റും കാറും കൂട്ടിയിടിച്ച് ബുള്ളറ്റ് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ കടവരാന്തയിൽ ഉറങ്ങിയിരുന്ന യുവാവിന്റെ പോക്കറ്റിൽ നിന്ന് 2,500 രൂപ കവർന്നു. പേരാമംഗലം ആറ്റുവളപ്പിൽ വീട്ടിൽ പ്രസാദിന്റെ പണമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. പുതപ്പ് ബ്ലേഡ് ഉപയോഗിച്ച് കീറിയ നിലയിലായിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ മോഷണങ്ങൾ നടന്നിരുന്നതായി പ്രസാദ് പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്ന പ്രസാദ് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. വർഷങ്ങളായി ക്ഷേത്ര പരിസരത്ത് കടവരാന്തയിൽ കഴിയുന്ന പ്രസാദ് പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിറ്റാണ് കഴിയുന്നത്. കടങ്ങോട് പഞ്ചായത്ത് 5-ാം വാർഡിലെ കിഴക്കുമുറിയിൽ കർഷകർക്ക് ഭീഷണിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കർഷകനായ പൂവത്തിങ്കൽ ഷൈജുവിന്റെ വാഴകൾ, നെടിയേടത്ത് ചന്ദ്രൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന 1 ഏക്കർ നെൽകൃഷി, ഊറ്റുകുഴിയിൽ വിജയന്റെ പറമ്പിലെ കിഴങ്ങുകൾ എന്നിവ നശിപ്പിച്ചിരുന്ന പന്നിയെയാണ് വെടിവെച്ചു കൊന്നത്. കർഷക സംഘം കടങ്ങോട് മേഖലാ സെക്രട്ടറി CH ലാഷ്, ജോബി ജോണി ചൊവ്വൂർ, കർഷകരായ ഊറ്റുകുഴിയിൽ വിജയൻ, വിവേക് ബൈജു, കരിപ്പോട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പന്നിയെ ഭക്ഷ്യയോഗ്യമല്ലാതെയാക്കി കുഴിച്ചുമൂടി. തിരുവമ്പാടി ദേവസ്വത്തിന്റെ 28ാമത് ഏകാദശി സംഗീതോത്സവത്തിന്റെ ഭാഗമായി പഞ്ചരത്ന കീർത്തനാലാപനവും സംഗീത തിലക പുരസ്കാര സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിൽ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ ചേപ്പാട് E വാമനൻ നമ്പൂതിരി, CR വൈദ്യനാഥൻ, CS സജീവ്, U രാമനാഥൻ, KMS മണി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. തുടർന്ന് മാതങ്കി സത്യമൂർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന സംഗീത കച്ചേരിക്ക് പ്രശസ്ത മൃദംഗ വിദ്വാൻ മന്നാർകുടി ഈശ്വരൻ മൃദംഗത്തിൽ പക്കമേളമൊരുക്കി. സുനിത ഹരിശങ്കർ, മന്നാർകുടി, പുന്നപ്പുഴ രാമനാഥൻ തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. പഞ്ചരത്ന കീർത്തനാലാപനത്തിന് ശേഷം ഈ വർഷത്തെ സംഗീത തിലകം പുരസ്കാരം ലോക പ്രശസ്ത മൃദംഗ വിദ്വാൻ മന്നാർകുടി ഈശ്വരന് ദേവസ്വം സെക്രട്ടറി KR ഗിരീഷ് കുമാർ സമ്മാനിച്ചു. വൈകിട്ട് 6 മുതൽ 8:10 വരെ CS സജീവിന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും അരങ്ങേറും. വെള്ളിയാഴ്ചയാണ് ഏകാദശി ആഘോഷം. ഏകാദശിയോടെ 10 ദിവസം നീണ്ടുനിന്ന സംഗീതോത്സവത്തിന് സമാപനമാകും. ഇരിങ്ങാലക്കുട കരുവന്നൂർ പുത്തൻതോട് പാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകി. 1 മണിക്കൂറോളം യാത്രക്കാർ വലഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുവന്നൂർ പുത്തൻതോട് പാലത്തിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പാണ് പൊട്ടിയത്. കരുവന്നൂർ പമ്പ് ഹൗസിൽ നിന്നും ഇരിങ്ങാലക്കുടം മങ്ങാടിക്കുന്നിലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് പൊട്ടി വെള്ളം കുതിച്ചുയർന്നതുമൂലം 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വിവരം അറിഞ്ഞ ഉടനെ അധികൃതർ പമ്പിംഗ് നിർത്തിയെങ്കിലും ഹൈ പ്രഷറിൽ വെള്ളം തിരിച്ചു വന്നതിനാൽ 1 മണിക്കൂറോളം കഴിഞ്ഞാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചത്. 1978 കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്ത പൈപ്പ് ലൈനാണ് തകരാറിലായത്. കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് മുൻപും പലതവണ ലീക്ക് സംഭവിച്ച് റോഡിലേക്ക് വെള്ളം ഒഴുകിയിരുന്നു. പാലത്തിൻ്റെ മറുവശത്തും സമാനമായ രീതിയിൽ പൈപ്പ് ലീക്കായി വെള്ളം ചോരുന്നത് വർഷങ്ങളായി തുടരുകയാണ്. പാലത്തിൻ്റെ ഈ വാട്ടർ അതോറിറ്റിക്കാരുടെ പരിധിയിൽപ്പെട്ടുള്ള സംഭവങ്ങളാണ്. വർഷങ്ങളായിട്ട് ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള പൈപ്പാണ് ഇതിലൂടെ പോയിരിക്കുന്നത്. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇപ്പം ഇങ്ങനൊരു സംഭവം ചെയ്ത് ഒരു ഷീറ്റ് വെച്ചിട്ട് ഈ വെള്ളത്തിനൊന്ന് കെട്ടാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അനുഭവം, അതായത് ഒരുപാട് അപകടങ്ങൾ ഇവിടെ നേരിടേണ്ടി വരും. മനുഷ്യജീവന് ഇനിയും വില കൊടുക്കേണ്ടി വരും.
സംസ്ഥാന പാത കോൺക്രീറ്റിംഗിൽ ആദ്യഘട്ടത്തിൽ പുത്തൻതോട് പാലം പുനർനിർമ്മിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് ഇത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ പൂർണ്ണമായും മാറ്റിസ്ഥാപിച്ച് പ്രദേശത്തെ അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ ഘടകം രൂപീകരിക്കുന്നതിനായുള്ള പ്രഥമ കൺവെൻഷൻ ശനിയാഴ്ച കേരള സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടക്കും. മേയർ MK വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് M ഹരിദാസ്, EA ജലീൽ, S സനൽകുമാർ, PV സുധാകരൻ, AG ധീരജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലയോര പ്രദേശങ്ങളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുക, വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹ്യൂമാനിറ്റിസ്റ്റ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് കൊടാലിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. TUCI സംസ്ഥാന പ്രസിഡന്റ് MK തങ്കപ്പൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഹ്യൂമാനിറ്റിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺവീനർ സുധീഷ് പാലപ്പള്ളി, ജില്ലാ പ്രസിഡന്റ് ബൈജു കൊരേച്ചാൽ, PJ മോൻസി, വർഗീസ് തെക്കേതല, ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് അനിത സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഗാനാലാപനത്തിന് മാള മടത്തുംപടി സ്വദേശിനി CS വിസ്മയയെ തിരഞ്ഞെടുത്തു. കൾച്ചറൽ വിഭാഗത്തിൽ എറണാകുളം ഗ്രൂപ്പിൽ നിന്ന് ഗാനാലാപനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വിസ്മയ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ BA എക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. 10 ഘട്ടങ്ങളിലെ പരീക്ഷയും തിരഞ്ഞെടുപ്പും പൂർത്തിയാക്കിയാണ് NCC കേഡറ്റായ സർജൻ വിസ്മയ കേരള ലക്ഷദ്വീപ് കണ്ടിജന്റായി ഡൽഹിയിലെത്തിയിട്ടുള്ളത്. മലയാളവും സംസ്കൃതവും ചേർത്തുള്ള കേരളത്തിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന പാട്ടാണ് വിസ്മയ പാടുന്നത്. ഇതിനുള്ള ക്യാമ്പ് 10 ദിവസമായി ഡൽഹിയിൽ നടക്കുകയാണ്. കേരളീയ തനിമയുള്ള സെറ്റ് സാരി വേഷത്തിലാണ് വിസ്മയ പാടാനെത്തുക. കനത്ത സുരക്ഷാ സംവിധാനത്തോടെയുള്ള ക്യാമ്പിൽ പാട്ടിന്റെ പരിശീലനം തുടരുകയാണ്. എറണാകുളം ഗ്രൂപ്പിൽ നിന്ന് ഗാനാലാപനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വിസ്മയെ മാത്രമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതം വന്ദേ മാതരത്തിൽ A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. മടത്തുംപടി സ്വദേശി ചെന്തുരുത്തി വീട്ടിൽ സുനിലിന്റെയും ബിന്ദുവിന്റെയും മകളാണ്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജെബിൻ K ഡേവിസ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡ്രോ വട്ടോലി, യൂണിയൻ ചെയർപേഴ്സൺ മെറിൻ ബേബി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. എടതിരുത്തി സെന്റ് ആൻസ് വിദ്യാലയത്തിലെ വാർഷികാഘോഷം നടന്നു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. CMC ഉദയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ധന്യ അധ്യക്ഷത വഹിച്ചു. വികാരി ഡോക്ടർ പോളി പടയാട്ടി, ഫാദർ ജോൺ ഫ്രാൻസിസ് എളങ്ങുന്നിപ്പുഴ, ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ, PTA പ്രസിഡന്റ് സിജോ ആലപ്പാട്ട്, എടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. അനേകം വർഷത്തോളം പഴക്കമുള്ള ഈ സെന്റ് ആൻസ് യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് VK രാജു അവർ പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സ്കൂളായിരിക്കും, യാതൊരു സംശയവുമില്ല. അന്നൊരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളായിരുന്നു. പള്ളിക്കുടങ്ങൾ അവർക്ക് വേണ്ടി സ്ഥാപിച്ചതാണ്, വേദപാഠശാലകൾ അവർക്ക് വേണ്ടി സ്ഥാപിച്ചതായിരുന്നു. എങ്കിൽ ഇന്ന് ജാതിഭേദ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ആർക്കും കലാലയത്തിലേക്ക് കടന്നു വരാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരമുള്ളൊരു നാടായി നമ്മുടെ നാട് മാറിയെങ്കിൽ നമ്മളെല്ലാം അഭിമാനം. ഗാമ അബാക്കസ് 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് ദേശീയതല അബാക്കസ് മത്സരം ശനിയാഴ്ച തൃശൂർ VKN മെനൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 2500-ൽ പരം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും. മുരളി പെരുന്നലി MLA ഉദ്ഘാടനം നിർവഹിക്കും. ഗാമ അബാക്കസ് CEO ഡോക്ടർ K നകുലനാഥൻ, തുളസി നകുലനാഥൻ, N ഗോകുൽ, ലിയ ജുബിൽ, അരുന്ധതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
വാടാനപ്പള്ളി പൊക്കാഞ്ചേരി പുഴയ്ക്ക് സമീപം ഏട്ടക്കാപ്പ് തോട്ടിൽ വയോധികനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൊക്കാഞ്ചേരി ചേർക്കര തണ്ടയാൻ വീട്ടിൽ 80 വയസ്സുള്ള പുഷ്പാങ്കദനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ കാണാതായതോടെ നടത്തിയ തിരച്ചിലിലാണ് വീടിന് സമീപത്തെ തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാവറട്ടി പുതുമനശ്ശേരി സെന്റ് മേരീസ് LP സ്കൂളിന്റെ ശതാബ്ദി വിളംബര ഘോഷയാത്ര ശനിയാഴ്ച നടക്കും. വിളംബര ഘോഷയാത്ര പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന ഫ്ളാഗ് ഓഫ് ചെയ്യും. 1952 സ്ഥാപിതമായ വിദ്യാലയത്തിന്റെ 100ാം വർഷ ജൂബിലി ഏപ്രിൽ 5, 6 തീയതികളിൽ നടക്കും. പ്രധാനാധ്യാപിക PJ ലീജ, NJ ലിയോ, KS ഷഹീർ, OJ ജസ്റ്റിൻ, മജീദ് പടുവിങ്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചക്കാലക്കടവിൽ താൽക്കാലിക മൺചിറയുടെ നിർമ്മാണം വൈകുന്നു. കുറുമാലിപ്പുഴയിലെ വാസുപുരം ചക്കാലക്കടവിൽ വേനൽക്കാലത്ത് നിർമ്മിക്കാറുള്ള താൽക്കാലിക മൺചിറയുടെ നിർമ്മാണം വൈകുന്നു. മുൻ വർഷങ്ങളിൽ ഡിസംബർ അവസാനത്തോടെ ജനുവരി ആദ്യ വാരത്തിലോ ചിറ നിർമ്മാണം പൂർത്തിയാക്കാറുണ്ട്. എന്നാൽ ഈ വർഷം ഇതുവരെ ചിറ നിർമ്മാണത്തിനുള്ള പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. കോൾ നിലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടിരിക്കുന്നതാണ് ചിറ നിർമ്മാണം വൈകാൻ കാരണമായി പറയുന്നത്. വാസുപുരം ചക്കാലക്കടവ് ഉൾപ്പെടെ കുറുമാലിപ്പുഴയിലെ 4 വേനൽക്കാലത്ത് താൽക്കാലിക ചിറകൾ കെട്ടാറുള്ളത്. വേനൽ ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ചിറ നിർമ്മാണത്തിന് നടപടി ആരംഭിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ആനവണ്ടി ചന്തവും ജലധാരയുമായി പാലിയംതുരുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ വർണ്ണക്കൂടാരം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ വികസനത്തിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചിലവഴിച്ച് കൊടുങ്ങല്ലൂർ VRCയുടെ നേതൃത്വത്തിലാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത്. KSRTC ബസിന്റെ മാതൃകയിൽ ഒരുക്കിയിട്ടുള്ള കളിയിടം, വർണ്ണ ജലധാര, വ്യത്യസ്തങ്ങളായ കളി ഉപകരണങ്ങൾ തുടങ്ങിയവ വർണ്ണക്കൂടാരത്തിന്റെ ആകർഷണീയതയാണ്. സുബിൻ ജിത്ത് എന്ന കലാകാരനാണ് വർണ്ണക്കൂടാരം രൂപകൽപ്പന ചെയ്തത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, കൌൺസിലർമാരായ KA വത്സല, TS സജീവൻ, KR ജൈത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കാക്കോട് താളിക്കോട് കനാൽപ്പുറം റോഡിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. ചിറക്കാക്കോട് താളിക്കോട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ MLA ആസ്തി വികസന ഫണ്ട് 32 ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മാണം നടത്തിയത്. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ആരിഫ റാഫി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, പഞ്ചായത്ത് അംഗം സ്വപ്ന രാധാകൃഷ്ണൻ, വാർഡ് വികസന സമിതി കൺവീനർ ശിവപ്രശോഭ് തുടങ്ങിയവർ പങ്കെടുത്തു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം നഗരത്തിൽ പോസ്റ്റർ പ്രചരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പോസ്റ്റർ പ്രചരണം ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് ഡെയ്സി ജോയ്, സെക്രട്ടറി അജിത അശോകൻ, CDS ചെയർപേഴ്സൺ ഷിജി നികേഷ്, ശ്രീജ, സ്വാതി, സുനന്ദ, വത്സല തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാടക്കത്തറ പഞ്ചായത്തിലെ കരുവാങ്കാട്, ചിറക്കേക്കാട്, മേനോൻ റോഡ്, പൈനാപ്പിൾ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈ മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ മന്ത്രി K രാജൻ നിർവഹിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ അധ്യക്ഷത വഹിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ പുഷ്പാചന്ദ്രൻ, മിഥുൻ, തീയത്ത് പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ചെറുതേവർ എഴുന്നള്ളിപ്പ് നടന്നു. ചെറുതേവർ വിഷ്ണു വിഗ്രഹവുമായുള്ള ഘോഷയാത്രയാണ് ചെറുതേവർ എഴുന്നള്ളിപ്പ് എന്ന പേരിൽ ആചരിച്ചു വരുന്നത്. പൂത്താലത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ചെറുതേവരെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. മേൽശാന്തി മേക്കാട് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ PP ബിജു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൌരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പോലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ് തിരുമേനിയുടെ മെത്രാപ്പൊലീറ്റൻ പട്ടാഭിഷേകത്തിന്റെ 2ാം വാർഷികം തൃശൂർ മാർത്ത മറിയം വലിയ പള്ളി കത്തീഡ്രലിൽ പൌരോഹിത്യ ദിനമായി ആഘോഷിച്ചു. മാർത്ത മറിയം വലിയ പള്ളി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന പൌരോഹിത്യ ദിനാഘോഷം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മോർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്തു. മാർ അപ്രേം മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വെങ്ങാശ്ശേരി
ദി ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, കേന്ദ്ര മഹിളാ സമാജം ജനറൽ സെക്രട്ടറി മേരി പോൾ, കേന്ദ്ര യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഫിൻ ജോൺ ഒല്ലൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് മുല്ലക്കൽ ഭരണി വേലയോടനുബന്ധിച്ച് നെല്ലുവായ് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ടി ഡി സുരേഷ് എന്നിവർ ചേർന്ന് ധന്വന്തരി ആയുർവേദ ഭവൻ ഡെപ്യൂട്ടി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എസ് ശ്രീനാഥ്, ബാബു വടത്തല എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു. രക്ഷാധികാരി വേണു ചേനം കുമരത്ത്, മേൽശാന്തി പ്രശാന്ത് തിരുമേനി, വി എൻ ബാബു, കെ വി വിനോദ്, അജു നെല്ലുവായ്, കോതേരി രാമചന്ദ്രൻ, ടി ഡി രമേശ്, എൻ കെ വേലായുധൻ, സദൻ നെല്ലുവായ്, രാജൻ വടുതല, ശ്രീരാജ്, ബാബു, രാധിക, ജിനീഷ്, ഗോവിന്ദരാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കഥകളിയിൽ എ ഗ്രേഡ് നേടിയ ഗഹന ഹരിയെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വസതിയിലെത്തി അനുമോദിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ജഗദീഷ് രാജ് വാളമൂക്ക്, റിജു കണക്കത്തറ എന്നിവർ സംസാരിച്ചു. ഒന്ന് കൈ അടിച്ചെല്ലാരും. നെഹ്റു സ്റ്റഡി സെന്റർ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ DCCയിൽ പ്രവാസി ഭാരതീയ ദിവസ് ആചരണം സംഘടിപ്പിച്ചു. പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്ന പ്രവാസി കാര്യ വകുപ്പ് കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്ന് പ്രവാസി ഭാരതീയ ദിവസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ പറഞ്ഞു. 60 കഴിഞ്ഞ പ്രവാസികൾക്കും ക്ഷേമനിധിയിൽ അവസരം നൽകണം. അർഹതയുണ്ടായിട്ടും പെൻഷൻ ലഭിക്കാത്ത ക്ഷേമനിധി അംഗങ്ങൾക്ക് അടിയന്തരമായി പെൻഷൻ വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ പണിക്കവീട്ടിൽ, ജനറൽ കൺവീനർ ഗോപാലകൃഷ്ണൻ നന്ദിയലത്ത്, ചീഫ് കോർഡിനേറ്റർ ബിജു ഇസ്മായിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ജബീർ നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP പ്രവാസിയായ KT ജോയ്ക്ക് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സെന്ററിന്റെയും തൃശൂർ സെന്റ് മേരീസ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടക്കുന്ന മേളയിൽ 25-ൽ പരം ഉദ്യോഗദായകർ പങ്കെടുക്കും. IT, ബാങ്കിംഗ്, ഫൈനാൻസിംഗ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഓട്ടോമൊബൈൽ, മാർക്കറ്റിംഗ്, ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ നിന്നായി 500-ലധികം ഒഴിവുകളിലേക്കാണ് മേള നടത്തുന്നത്. P. ബാലചന്ദ്രൻ MLA മേള ഉദ്ഘാടനം ചെയ്യും. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സമീറ NV, ഷാജു ലോനപ്പൻ, സിസ്റ്റർ ജോയൽ, ഡോക്ടർ ജൂലി P. ലാസർ, ദീപ MS വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുള്ളൂർക്കര സുശ്രുത ആയുർവേദ ചികിത്സാലയത്തിലെ ആയുർവേദ ശസ്ത്രക്രിയാ വിഭാഗം ഉദ്ഘാടനം ശനിയാഴ്ച MLA UR പ്രദീപ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ പ്രജീഷ് VP, ഡോക്ടർ VP രചന, ഡോക്ടർ VA പ്രഭാകരൻ, ദുർഗാദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 1975 SSLC ബാച്ചിന്റെ സുവർണ ജൂബിലി ആഘോഷം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ സ്റ്റീഫൻ പുത്തൂർ, AT ചാക്കോ, ഫാദർ ജോയ് കുത്തൂർ വെള്ളാട്ടുകര, ആന്റണി കുത്തൂർ, MV കൊച്ചുമേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂരിൽ ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന +1 വിദ്യാർത്ഥി അദിത് കൃഷ്ണ സുമനസുകളുടെ സഹായത്താൽ വീണ്ടും പൊതുജീവിതത്തിലേക്ക്. അയ്യന്തോൾ പുതൂർക്കര സ്വദേശിയായ അദിത് കൃഷ്ണയെ നാളെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. പുതൂർക്കര മാമ്പുള്ളി വീട്ടിൽ ഹരിദാസൻ, ശാരിക ദമ്പതികളുടെ മകനാണ് അദിത് കൃഷ്ണ. ചൊവ്വാഴ്ചയാണ് എറണാകുളം അമൃത ആശുപത്രിയിൽ അദിത് കൃഷ്ണയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്നത്. ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചാണ് അദിതിന്റെ ശസ്ത്രക്രിയയ്ക്കുള്ള പണം കണ്ടെത്തിയത്. അദിത് കൃഷ്ണ അയ്യന്തോൾ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അദിത് കൃഷ്ണയുടെ ദുരവസ്ഥ സംബന്ധിച്ച് TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. IHRD എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കല്ലേറ്റുംകര മോഡൽ പോളിടെക്നിക് കോളേജിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ നിരാഹാര സമരം ഇന്ന് അവസാനിക്കും. ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച 2 ദിവസത്തെ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് നിരാഹാര സമരം. വൈകിട്ട് 4-ന് നടക്കുന്ന സമാപന യോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്യും.
കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സംയുക്തമായി സംഘടിപ്പിച്ചു. പാവനാത്മ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കുന്നംകുളം മേഖലാ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള അംഗത്വ തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തി. കുന്നംകുളം അർബർ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ, മുതിർന്ന മാധ്യമ പ്രവർത്തകനും CCTV റിപ്പോർട്ടറുമായ ഹരി ഇല്ലത്തിന് കാർഡ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി KA വാസു, ജയപ്രകാശ് ഇലവന്തറ എന്നിവർ സംസാരിച്ചു. പുല്ലാനിക്കാട് മംഗലം പുന്നംപറമ്പ് റോഡിന് ശാപമോക്ഷമാകുന്നു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അധികൃതർ കടുത്ത നിസ്സംഗത പുലർത്തുന്നത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പുല്ലാനിക്കാട് മംഗലം പുന്നംപറമ്പ് BMBC റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ നടക്കും. തെക്കുംകര പഞ്ചായത്തിനെയും വടക്കാഞ്ചേരി നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ പുല്ലാനിക്കാട് മംഗലം പനങ്ങാട്ടുകര പുന്നംപറമ്പ് റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടക്കുക. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിക്കും. MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിക്കും. MP കെ രാധാകൃഷ്ണൻ, കുന്നംകുളം MLA AC മൊയ്തീൻ എന്നിവർ മുഖ്യാതിഥികളാകും. സംസ്ഥാന കലോത്സവത്തിലെ മിമിക്രിയിൽ A ഗ്രേഡ് നേടിയ നയന മണികണ്ഠന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സുരേഷ് ഗോപി MP കുടുംബത്തെ അറിയിച്ചു. ഇരിങ്ങാലക്കുട മുരിയാട് തറയിലക്കാട് നയനയുടെ വീട്ടിലെത്തി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറാണ് വിവരം അറിയിച്ചത്. നയനയുടെ ടർപോളിൻ മേഞ്ഞ തകരാറിലായി നിൽക്കുന്ന വീടിന്റെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിനെ തുടർന്നാണ് നടപടി. BJP ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഗോപി കൊടുത്തയച്ച ഷാൾ അണിയിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി വീഡിയോ കോളിൽ കുടുംബവുമായി സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി NR റോഷൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു, ഇരിങ്ങാലക്കുട ആളൂർ പ്രസിഡന്റുമാരായ കൃപേഷ് ചെമ്മണ്ട, PS സുബീഷ്, ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നയനയുടെ A ഗ്രേഡും ഉണ്ട് അല്ലേ? ഒരു പോയിന്റിനല്ലേ ജയിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും A ഗ്രേഡുകളും എല്ലാവരുടെയും പ്രയത്നവും ഒക്കെ ഉണ്ട്. ടീച്ചേഴ്സിന്റെ, ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പ്രയത്നമുണ്ട്. അതിന് വലിയ വിജയമാണ്. തൃശ്ശൂരിന് 25 വർഷത്തിന് ശേഷമാണ്, വലിയ പെരുമയാണ് നിങ്ങൾ തൃശ്ശൂരിന് വേണ്ടി നേടിക്കൊണ്ട് തന്നിരിക്കുന്നത്. ഒപ്പം നമ്മുടെ പിടക്കോഴിയും ചെറിയൊരു കോലോട് കൂടി നേരം വെളുപ്പിച്ചു. കൂടിനടുത്താണെങ്കിലോ എന്നോ ഞെരുങ്ങുന്ന ശബ്ദം. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്മ ഒരു കോഴിയെ കൊല്ലാൻ പിടിച്ചിരിക്കുന്നു. കരാഞ്ചിറ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് ശതോത്തര ജൂബിലി സമാപനാഘോഷങ്ങളും അമ്പുപെരുന്നാളും 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 10 വൈകിട്ട് വർണ്ണമഴ, പ്രവാസി സംഗമം, 11 അമ്പെഴുന്നള്ളിപ്പ്, 12 രാവിലെ 10 ശതോത്തര സുവർണ ജൂബിലി കൃതജ്ഞതാ ബലി, വൈകിട്ട് പ്രദക്ഷിണം, തുടർന്ന് ആകാശ വർണ്ണവിസ്മയങ്ങൾ, 13 വൈകിട്ട് ശതോത്തര സുവർണ ജൂബിലി സമാപന സമ്മേളനം എന്നിവ നടക്കും. വികാരി ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട്, ജനറൽ കൺവീനർ ടോണി ജോൺ ആലപ്പാട്ട്, കൈക്കാരന്മാരായ ബിജു ജോസ്, ജീസൺ വർഗീസ്, തിരുനാൾ കൺവീനർ റാഫി കൊമ്പൻ, പബ്ലിസിറ്റി കൺവീനർ നെൽസൺ ഡേവിസ്, കമ്മിറ്റി അംഗം രഞ്ജിൽ തേക്കാനത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം രക്ഷാധികാരി EV കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ EP നാരായണൻ നമ്പൂതിരി, K സുനിൽകുമാർ, C വിശ്വനാഥൻ, KP മോഹനൻ, P കൃഷ്ണകുമാർ, TN നിഷാന്ത്, വിവിധ ക്ഷേത്രം ഭാരവാഹികളായ AG രാജേഷ്, ബിജു നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ തിരുവാതിരക്കളി അരങ്ങേറി. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 70ാം വാർഷിക ആഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി.
കാഞ്ഞാണി പോണല്ലൂർ ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴിനൃത്തം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ശ്രീ അയ്യപ്പ ഭക്ത പരിപാലന സമിതി പ്രസിഡന്റ് സെൻ കല്ലാറ്റ്, സെക്രട്ടറി ഷൈജു അംബികേശൻ, ട്രഷറർ CS വസന്തൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. രക്തദാന ക്യാമ്പ് വലപ്പാട് SHO MK രമേശ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ, പ്രിൻസിപ്പൽ ജയ ബിനി, വികസന കമ്മിറ്റി ചെയർമാൻ CS മണികണ്ഠൻ, വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7240, പവന് 57,920. വെള്ളി ഗ്രാമിന് 97, പ്ലാറ്റിനം ഗ്രാമിന് 3299 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കാൽ നൂറ്റാണ്ടിന് ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ടീമിന് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. സാംസ്കാരിക തലസ്ഥാനത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. എറണാകുളത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിന് സമീപമുള്ള റോഡിലെ കട്ട വിരിക്കൽ ഇഴഞ്ഞു നീങ്ങുന്നു. റോഡ് കയ്യേറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നവീകരണമാണ് നടക്കുന്നതെന്ന ആക്ഷേപം. പെരുമ്പിലാവ് കരിക്കാട് കൊങ്ങണൂരിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. മേനോത്ത് വീട്ടിൽ ബാവയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കയ്പമംഗലത്തെ വീട്ടിൽ തീപിടുത്തം. വീടിന്റെ ബാൽക്കണിയിൽ കത്തിച്ചു വെച്ച വിളക്കിൽ നിന്നാണ് തീ പടർന്നത്. മേശയും പുസ്തകങ്ങളും കത്തിനശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.